ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു കുഞ്ഞ് വീഡിയോ ആണ് കേട്ടാ. കുറച്ച് മുല്ലര വെറൈറ്റീൻ്റെ എൻ്റെ കയ്യിൽ. അപ്പം ഈ മുല്ലകൾ എങ്ങനെയാണ് നമുക്ക് പുതിയ തൈകൾ വെച്ച് പിടിപ്പിക്കാന്നുള്ളൊരു വീഡിയോ ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. മുല്ലപ്പൂ ഇഷ്ടമില്ലാത്ത ഒരാളും ഉണ്ടാവില്ല, പ്രത്യേകിച്ച് മലയാളികൾ. പെണ്ണുങ്ങൾക്ക് മുല്ലപ്പൂ വയ്ക്കാണ്ട് നമ്മൾ മലയാളികൾ കല്യാണത്തിനൊന്നും പോവാറില്ല. അപ്പോൾ പല വെറൈറ്റിയിലുള്ള മുല്ലകളുണ്ട്. നമ്മൾ തലയിൽ ചൂടുന്ന മുല്ലപ്പൂവ്, ചെറിയ ടൈപ്പ് മുല്ലിന്, പിന്നെ അത് തന്നെ റോസാപ്പൂ ടൈപ്പ് ഉണ്ട് മുല്ല, സൂചി മൊനേര പോലത്തെ ടൈപ്പ് മുല്ലുണ്ട്. അങ്ങനെ ഒരുപാട് വെറൈറ്റി മുല്ലകളുണ്ട്. ഓരോന്നിനും അതിൻ്റേതായ പ്രത്യേകതകളുണ്ട്. ഭംഗിയിലായാലും മണത്തിലായാലും ഒക്കെ ഓരോന്നിനും വേറെ 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 പ്രത്യേകതകളുണ്ട്. അപ്പോൾ ഇന്ന് എൻ്റെ കയ്യിലുള്ള കുറച്ച് മുല്ലച്ചെടികളും കാണിക്കുക. പിന്നെ ഇതെങ്ങനെയാണ് നട്ട് വളർത്തുന്നത്, വേര് പിടിപ്പിച്ചെടുക്കുന്നത് എങ്ങനെയാണ്, പുതിയ തൈകൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. ഇന്നതേ രാവിലെ തന്നെ അതേ മിനിയും വന്നുണ്ട്. ഞങ്ങൾ ഇന്നിപ്പോൾ രാവിലെ വീഡിയോ ചെയ്യാമെന്ന് വെച്ചു. ഒരു 10 മണിക്ക് ശേഷം നമ്മുടെ റോട്ടിൽ വാഹനങ്ങളെ കുറച്ച് ഒരു ബഹളം കുറയും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 3 മണിയായാൽ തുടങ്ങും. അപ്പം ഞങ്ങൾ രാവിലെ അല്ലെങ്കിൽ പിന്നെ ഉച്ചയ്ക്കിന് വീഡിയോ ചെയ്യാം. അപ്പം ഇപ്പം ഞങ്ങൾ രാവിലെ തന്നെ വീഡിയോ ചെയ്യുന്നു. ഇവിടെ തൃശ്ശൂർ ഭയങ്കര ചൂടെന്ന് വെച്ചാൽ ഭയങ്കര ചൂടാണ്. രാവിലെ തന്നെ ഇപ്പോൾ 10 മണി ആയപ്പോഴേക്കും നമുക്ക് ചൂട് സഹിക്കാൻ പറ്റണില്ല, അതുപോലത്തെ ചൂടാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ, സംസാരിച്ച് എന്നാൽ ഇങ്ങനെ പറഞ്ഞിരിക്കും. അപ്പോൾ അതേനാണ് ഇതൊരു വെറൈറ്റി ഇതാണ് കേട്ടോ. നല്ല നമ്മൾ ചക്കമുല്ല, ഉണ്ടമുല്ല എന്നൊക്കെ പറയുന്ന വെറൈറ്റി അതാണ് ഇത്. ഓക്കെ, ഇതിൻ്റെ പൂക്കൾ കുറേ പൂക്കളൊക്കെ അതേന്ന് കരിഞ്ഞു വിടാവുന്നിട്ടൊക്കെ. അപ്പം ഇത് നല്ല വലിയ മുല്ലപ്പൂവാണ്, ഇത് റോസാപ്പൂ പോലത്തെ. പിന്നെ ഇത് വേറെ ഒരു വെറൈറ്റിന്, ഇതും അത് ഇങ്ങനെ നല്ല സൂചിമുല്ല പോലെ ഇങ്ങനെ ലെയറായിട്ട് വരുന്ന ഒരു വെറൈറ്റി. അപ്പോൾ ഇനിയും ഉണ്ട്, ഞാൻ കാണിക്കാം കേട്ടോ എൻ്റെ കയ്യിലുള്ള മുല്ലകളൊക്കെ. നമുക്ക് ആദ്യം തന്നെ ഇതെങ്ങനെ വേര് പിടിപ്പിക്കുന്നതെന്ന് നോക്കാം. ഇതേ കുറച്ച് മുല്ലര കമ്പുകൾ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ കട്ട് ചെയ്താലും നടുന്ന നേരത്തെ ഒന്നിങ്ങനെ ചെരിച്ച് വെട്ടിക്കൊടുക്കണം. ചെരിച്ച് വെട്ടിക്കഴിഞ്ഞ് ഇതിങ്ങനെ ഒന്ന് വെട്ടണം, ചെരിച്ച് കേട്ടോ. എല്ലാ കമ്പും നമുക്ക് ഇതുപോലെ ചെരിച്ചൊന്ന് വെട്ടിക്കൊടുക്കാം. കണ്ട, ചെരിച്ച് വെട്ടിയത് വെട്ടിയെടുക്കാം. മുല്ലപ്പൂവിൻ്റെ ഇത് വലിയൊരു ഇത് കൃഷിത്തോട്ടങ്ങളുള്ളത് തമിഴ്നാട്ടിലാണ്. മുല്ല എന്ന് വെച്ചാൽ നമുക്ക് ആദ്യം തന്നെ ഓർമ്മ വരെ തമിഴ്നാടും അവിടുത്തെ ആൾക്കാരെയാണ്. അവർ പൂ വയ്ക്കാണ്ട് അവർക്കൊരു പരിപാടിയില്ല. ചോറ് കഴിച്ചില്ലെങ്കിൽ അവർ പൂ വയ്ക്കും, തലയിൽ വാങ്ങിച്ച് വയ്ക്കും. അതാണ് അതവരെ ഒരു പ്രത്യേകത. ഇന്നത് ഇപ്പം ഇതൊക്കെ ഇങ്ങനെ ചരിച്ച് വെട്ടി. ഇനി നമുക്ക് ചരിച്ച് വെട്ടിയാൽ പോരാ, ഇതിൻ്റെ ഇലകളൊക്കെ കളയണം. ഇലകളൊക്കെ ഇതുപോലെ കട്ട് ചെയ്ത് കളയണം. നമ്മൾ ചരിച്ച് വെട്ടിയിട്ട് നമ്മൾ ഇതുപോലെ കളയണം കേട്ടോ. ഇലകൾ കണ്ട, എല്ലാ ഇലയും കളയാം. ഇതിങ്ങനെ വെട്ടിക്കളയാം. കണ്ട, ഇത്ര മതി നമുക്ക് ഈ മുല്ലര കമ്പുകൾ വേര് പിടിപ്പിച്ചെടുക്കാം. ഇതേപോലെ അല്ലാതും ആക്കിയെടുക്കാം കേട്ടോ. നമുക്ക് ഇത് കണ്ട, ഇങ്ങനെ ആക്കിയെടുക്കണം. ചരിച്ച് വെട്ടി ഇതുപോലെ ആക്കിയെടുക്കണം നമുക്ക്. ഒക്കെ അതുപോലെ അല്ല കളയട്ടെ. അപ്പോൾ നമ്മൾ കമ്പ് മുറിച്ചെടുക്കുമ്പോൾ അധികം മൂത്ത തണ്ടും ആവരുത്, അധികം ഇളം തണ്ടും ആവരുത്. ഒരു ഇടത്തരം തണ്ടുകൾ മുറിച്ചെടുക്കുക കമ്പ് മുറിച്ചെടുക്കുമ്പോൾ. അതാണ് നമ്മൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ടത്. ഇങ്ങനത്തെ തണ്ടുകളാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് പിടിച്ച് കിട്ടും. ഒരുപാട് മൂത്ത തണ്ടുകളാകുമ്പോൾ പിടിക്കാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ ചെറിയ തണ്ടുകളാകുമ്പോൾ അത് നമ്മൾ വെള്ളമൊക്കെ ഒഴിക്കുമ്പോൾ ചീഞ്ഞും പോകും. അപ്പോൾ ഒരു ഇടത്തരം തണ്ടുകൾ മുറിച്ചെടുത്താൽ നല്ലത്. ഇനി നമുക്ക് അടുത്ത പണി എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ഒരേ ചെറിയ ചെറിയ കവറിൽ നട്ടു കൊടുക്കണം നമുക്ക്, ഈ മുല്ലര കമ്പുകളെ.
മിനി പറയുന്ന എന്നോട് ഇതെടുക്കുമ്പോൾ ശ്രദ്ധിക്കാൻ ഡ്രസ്സിലൊക്കെ വെച്ച് തേക്കല്ലേ കറിയുണ്ടെന്ന്. അപ്പോൾ ഇത് അലോവേരയാണ്. അപ്പോൾ ഒരു റൂട്ടിങ് ഹോർമോണ് ഈ അലോവേര അല്ലെങ്കിൽ ഹണി അങ്ങനത്തെ ഇതൊക്കെ എടുത്തു കഴിഞ്ഞാൽ റൂട്ടിങ് ഹോർമോണിന് പെട്ടെന്ന് വേര് പിടിപ്പിക്കാൻ പറ്റുന്ന സാധനങ്ങളിൽ. അതേ നമുക്ക് ഇതിൻ്റെ അടിഭാഗം കട്ട് ചെയ്ത ഭാഗം ഇതിലൊന്നും ഇങ്ങനെ ആക്കാം. നമുക്ക് ഈ ജെല്ല് തേച്ചിട്ട് കണ്ട ജെല്ല് തേച്ചിട്ട് നേരെ കവറിൽ കുത്തണം. നമ്മളിത് കവർ എടുത്ത മിനി ജെല്ല് തേച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ കവറിലേക്ക് നേരെ കുത്തിപ്പിടിപ്പിക്കണം. ഈ കവറുകളൊക്കെ കണ്ട ഇങ്ങനത്തെ കവറുകളൊക്കെ നമ്മൾ നഴ്സറിയിൽ നിന്ന് ചെടി വാങ്ങിച്ച് കഴിഞ്ഞാൽ ഒക്കെ സൂക്ഷിച്ച് വയ്ക്കുക. നമുക്കിത് ഉപകാരമാവും. അപ്പോൾ ഇതുപോലെ നട്ടുപിടിപ്പിക്കുക അല്ലാതെ കേട്ടോ. ഇനി അടുത്തൊരു തണ്ടെടുക്കുക. ഇതുപോലെ തന്നെ നമ്മൾ ഇതിൽ കുത്താം. അപ്പോൾ ഇങ്ങനെ ഈ ജെല്ല് ഈ കമ്പിൽ എല്ലായിടത്തും ആയി. അപ്പോൾ പിന്നെ ഈ കവറിൽ നമ്മളിങ്ങനെ കുത്തി ഇറക്കാം. ഇങ്ങനെ എല്ലാതും നമുക്ക് പിടിപ്പിച്ചെടുക്കാം കേട്ടോ. ഇതേപോലെ കവറിൽ കണ്ട നമ്മൾ നട്ടു വെച്ചിരിക്കുന്നു അലോവേരന് റൂട്ടിങ് ഹോർമോണായി നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അലോവേര തന്നെ കൊടുക്കണം എന്നൊന്നുമില്ല. അലോവേരയ്ക്ക് പകരം ഹണി നമുക്ക് ഉപയോഗിക്കുക, അല്ലെങ്കിൽ പിന്നെ ചിരട്ടക്കരി എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ, റൂട്ടിങ് ഹോർമോണായിട്ട്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഇതൊക്കെ വേര് പിടിച്ച് കിട്ടും. ഇനി ഇത് ഒരു ഷെയ്ഡിൽ കൊണ്ടുവയ്ക്കണം. ഷെയ്ഡിൽ കൊണ്ടുവച്ച് കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഇത് നനച്ച് കഴിയുമ്പോൾ ഒരു 3 ആഴ്ച കഴിയുമ്പോൾ ഇതിൽ വേരോടി പുതിയ ഇലകൾ വരാൻ തുടങ്ങും. തമിഴ്നാട്ടിലാണ് ഏറ്റവും കൂടുതൽ മുല്ല കൃഷിയുള്ളത്. അപ്പോൾ അതേ ഇതൊക്കെ നോക്കിയെന്ന് ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ള മുല്ലകളൊക്കെ ഞാൻ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവച്ച മുല്ലകളാണ് കേട്ടോ. ഈ ഒരു പൂവിൻ്റെ ഭംഗി കണ്ട അതെങ്ങനെയെന്ന് നോക്കിയാൽ കുറച്ച് നീളത്തിലുള്ള ഇതളുകളാണ് അടുക്കടുക്കായിട്ട് വന്നിട്ടുള്ളത്. നമ്മുടെ പിച്ചിപ്പൂ പോലത്തെ പൂവാണ്, പക്ഷേ അതൊരു കുറേ ഇതളുകളായിട്ട് വന്നിട്ടുള്ളതാണ്. നല്ല മണമാണ് ഈ ഒരു മുല്ലയ്ക്ക് കണ്ട. പൂവിൻ്റെ പ്രത്യേകത കണ്ട. പിന്നെ അതുപോലെ ഇതിൽ നിറയെ പൂക്കൾ വരും. നല്ല ഭംഗിയുള്ളൊരു മുല്ലിനിത്. തമിഴ്നാട്ടിൽ ഇത് ഇഷ്ടം പോലെ ഉണ്ട്. ഈ ഒരു മുല്ല നിറയെ പൂക്കളായിട്ട് നിൽക്കണ് കാണാൻ നല്ല ഭംഗിന്. എന്തായാലും നല്ല വെയിൽ വേണം ഇതൊക്കെ ഇതുപോലെ പൂക്കണമെങ്കിൽ. ഇത് ടെറസിൻ്റെ മേലെ നിൽക്കണ മുല്ലപ്പൂ തന്നീന് കണ്ട. ഉണ്ടമുല്ല ചക്കമുല്ല എന്നൊക്കെ നമ്മൾ പറയും ഇതിനെ. അതാണിത് ഈ ഒരു മുല്ല. നല്ല ഭംഗിന്. ഒരു പൂ വിരിഞ്ഞാലും അത് നല്ല റോസാപ്പൂ പോലെ ഇങ്ങനെ നിൽക്കണ് കാണാൻ നല്ല ഭംഗിന്. കുറേ മുട്ടുകളുണ്ട് കണ്ട. പൂവിൻ്റെ ഭംഗി കണ്ട. നല്ല റൗണ്ടിൽ ഒരു ചെറിയ റോസാപ്പൂ നിൽക്കണ പോലിന്. നല്ല മണമാണ് ഈ ഒരു മുല്ലയ്ക്കും കേട്ടാ. ഓരോന്നിനും പ്രത്യേകം നല്ല മണമാണ് മുല്ലപ്പൂവിന്. അത് നമ്മൾക്ക് കാണുമ്പോൾ എല്ലാതും മുല്ലേനീന്, പക്ഷെ ഓരോന്നിനും വ്യത്യസ്തമായിട്ടുള്ള മണങ്ങളാണ്. നല്ല മണമാണ്. ഇത് നോക്കിയെന്ന് കട്ടമുല്ല. ഇതിനെ പണ്ടൊക്കെ നമ്മൾ കട്ടമുല്ല, ഉണ്ടമുല്ല, ചക്കമുല്ല എന്നൊക്കെ പറയുന്നതാണ് സ്കൂളിൽ പോണ കാലത്ത്. ഇത് വേറൊരു ടൈപ്പ് മുല്ലീന് കേട്ടാ. ഇത് ഇങ്ങനെ പിച്ചകത്തിൻ്റെ പോലത്തെ മുല്ലീന്. പക്ഷേ ഈ മുന്നേ കാണിച്ച മുല്ലയേക്കാളും നല്ല മണമാണ് ഇതിനൊരു വേറിട്ടൊരു മണമാണ് കേട്ടാ ഈ മുല്ലപ്പൂവിന്. അതാണ് ഞാൻ പറഞ്ഞില്ലേ, ഓരോന്നിനും അതിൻ്റേതായ പ്രത്യേകതകളുണ്ട്. ഈ മുല്ലപ്പൂവ് അങ്ങനെ തന്നെയാണ്. ഞാൻ തമിഴ്നാട്ടിലെ നഴ്സറിയിൽ പോയി കഴിഞ്ഞപ്പോൾ ഇതുപോലത്തെ ഒരുപാട് വെറൈറ്റി മുല്ലകൾ കണ്ടു. നമുക്ക് കൊണ്ടുവരാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് ഞാൻ കൊണ്ടുവന്നില്ല. ഇത് ഇപ്പോൾ ഇങ്ങനെ ഇത്രയും ദൂരം നമുക്ക് ട്രാവൽ ചെയ്ത് വരുമ്പോൾ ഇതൊക്കെ നാട്ടിലേക്ക് എത്തിക്കൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അത് നമ്മൾ ശ്രദ്ധിച്ച് കൊണ്ടുവന്നില്ലെങ്കിൽ കേടായി പോവും. ഈ മുല്ലപ്പൂവയ്ക്ക് വന്ന് ഇതിലൊക്കെ നിറയെ പൂക്കളാണ്. വെയിലത്തിരിക്കുന്നതുകൊണ്ട് ടെറസിൻ്റെ മേലേന് വെച്ചിരിക്കുന്നു ചേച്ചി ഇതൊക്കെ. ഈ പൂക്കളൊക്കെ നല്ല പൂവാണിത്.
ഉണ്ടാവും. ഒരുപാട് പൂക്കളുണ്ട്. ഒരു ട്രിപ്പ് പൂവ് പോയി കഴിയുമ്പോഴേക്കും അടുത്ത ട്രിപ്പ് വരും പൂവ്. പിന്നെ മുല്ലയ്ക്ക് ആവശ്യം നല്ല വെയിലും അതേപോലെ നന്നായി നനച്ച് കൊടുക്കണം കേട്ടോ. മുല്ലയ്ക്ക് 15 ദിവസം 20 ദിവസം കൂടുമ്പോൾ ഇതിന് വളം ഇട്ട് കൊടുക്കണം. അതിപ്പോൾ നമ്മൾ രാസവളം അതിലിട്ട് കൊടുത്താൽ മതി. NPK DAP അങ്ങനത്തെ വളങ്ങളൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ മുല്ലയിൽ എപ്പോഴും പൂക്കൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഒരേ സെറ്റ് പൂ പോയി കഴിയുമ്പോഴേക്കും അടുത്ത സെറ്റ് വരും. ഇത് നോക്കിയേ, ഉണ്ടമുല്ല നല്ല കൊലകൊലയായിട്ട് പൂക്കൾ വരും. ഇതിൽ നല്ല ഭംഗിന് കാണാൻ. കണ്ട ഇതിൽ നിൽക്കുന്ന പൂക്കളൊക്കെ മൊട്ട് കുറേ വന്നിട്ടുണ്ട്. അതിന് നമ്മൾ രാസവളങ്ങൾ ഇട്ട് കൊടുത്ത് കഴിയുമ്പോൾ നന്നായി പൂക്കൾ വരും മുല്ലയിൽ. ഇതൊക്കെ DAP ഇട്ട് കൊടുത്തിട്ട് വരുന്ന പൂക്കളാണ്. അപ്പോൾ രാസവളം ചെയ്യുമ്പോൾ അതിൻ്റേതായ പ്രത്യേകതയുണ്ട് കേട്ടോ. നമ്മൾ ജൈവവളം ചെയ്യുമ്പോൾ അത്ര ഫാസ്റ്റായിട്ട് നമുക്ക് പെട്ടെന്ന് പൂക്കൾ വരില്ല. രാസവളങ്ങൾ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരേ സെറ്റ് പൂ പോകുമ്പോഴേക്കും അടുത്ത സെറ്റ് പൂ വന്നുകൊണ്ടിരിക്കും നമ്മൾ ഈ രാസവളം ഇട്ട് കൊടുത്ത് കഴിയുമ്പോൾ. ജൈവവളം ആകുമ്പോൾ ഇപ്പം നമ്മൾ എന്തെങ്കിലും സ്ലറി, ചാണകത്തിൻ്റെ സ്ലറിയ, കപ്പലിൻ്റെ പിണ്ണാക്കിൻ്റെ സ്ലറിയൊക്കെ ഒഴിച്ച് കൊടുത്ത് കഴിഞ്ഞാലും അത് പതുക്കെ നമുക്ക് അതിൻ്റെ റിസൾട്ട് വരുള്ളൂ. രാസവളങ്ങളാകുമ്പോൾ അങ്ങനെയല്ല. അത് നമ്മൾ ഇട്ട് കൊടുത്ത് കഴിയുമ്പോഴേക്കും പെട്ടെന്ന് അതിൻ്റെ റിസൾട്ട് വരും. ഇത് പിന്നെ വേറൊരു ടൈപ്പ് മുല്ലിന് കേട്ടോ. എൻ്റെ കയ്യിലുള്ള കോയമ്പത്തൂർ മുല്ല. ഇത് നല്ല മണമുള്ള ഒരു മുല്ലിന്. ഒരു 6-6 ആയി കഴിഞ്ഞാൽ നമ്മുടെ കോമ്പൗണ്ടിൽ ഇരിക്കാൻ പറ്റില്ല. ഇത് വിരിഞ്ഞ് കഴിഞ്ഞാൽ അത്രയ്ക്ക് നല്ല മണമാണ് കോമ്പൗണ്ട് ഫുള്ള്. ഇത് നമ്മുടെ സാധാരണ മുല്ലയേക്കാളും കുറച്ചും കൂടിയും വില കൂടുതലാണ്. നമ്മൾ ഇത് വാങ്ങാൻ പോയി കഴിഞ്ഞാൽ കോയമ്പത്തൂർ മുല്ലയ്ക്ക് കുറച്ച് വില കൂടുതലാണ്. ഇത് ഞാൻ ഇംഗ്ലീഷ് വളം ഇട്ട് കൊടുത്തിട്ടേ നിറയെ പൂത്ത് നിൽക്കണം. ഇപ്പോൾ ഇത് നല്ല ഹൈറ്റിൽ പോയിട്ടുണ്ട്. ഞാൻ എന്താണെന്ന് വെച്ചാൽ ഇത് പ്രൂൺ ചെയ്യാറൊന്നുമില്ല. നല്ല ഹൈറ്റിൽ വലിയ ഒരു ഇരുമ്പിൻ്റെ വടി വെച്ച് കെട്ടി ഉയരത്തിലേക്ക് വിട്ടിരിക്കുന്ന ഈ ഒരു മുല്ല. കണ്ട പൂക്കൾ രാത്രി വിരിയാനുള്ള തയ്യാറെടുപ്പാണ് എല്ലാവരും. 6 മണിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. ആ മുട്ടുകളൊക്കെ വിരിയുമ്പോൾ നല്ല ഭംഗിന് രാത്രി കാണാനായിട്ട്. ഇത് പിന്നെ സാധാ നമ്മുടെ വള്ളിമുല്ലിന് കേട്ടോ. പണ്ടൊക്കെ നമ്മുടെ വീടുകളിൽ ഉണ്ടാവില്ലേ, വള്ളി പോലെ ഇങ്ങനെ പടർന്ന്. ഇത് സാധാ വള്ളിമുല്ലിന്. ഇതിലും ഇപ്പോൾ കുറേ പൂക്കൾ വിരിഞ്ഞ് കഴിഞ്ഞ് അടുത്തത് ഇപ്പോൾ ചെറിയ മുട്ടുകൾ വരുന്നുള്ളൂ ഈ ഒരു മുല്ലയിൽ. ഇതും നമുക്ക് ഇതിൻ്റെ കമ്പുകൾ മുറിച്ചെടുത്തിട്ട് നമുക്ക് ഇതുപോലെ മതിലിൻ്റെ സൈഡിൽ ഒക്കെ കുത്തിപ്പിടിപ്പിച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ വള്ളി പോലെ പടർന്ന് കുറേ പൂക്കൾ വരും. ഇതിൽ നോക്കിയാൽ കൊച്ചു മുട്ടുകൾ ഇപ്പോൾ രണ്ടാമത്തെ സെറ്റ് വരുന്നതാണ്. ഇത് ആദ്യത്തത് കഴിഞ്ഞു. കുറേ ഞാൻ പൊട്ടിച്ച് എൻ്റെ കൃഷ്ണന് മാല കെട്ടി വെച്ചു. കോയമ്പത്തൂർ മുല്ലേരെ രാത്രിയിലത്തെ ഭംഗിയൊന്ന് നോക്കിയേ. ഈ മുല്ല നല്ല ഹൈറ്റിലുണ്ട് കേട്ടോ. എനിക്ക് ഈ കയ്യെത്തുന്നിടത്ത് മാത്രം ഞാനിപ്പോൾ ഈ വീഡിയോ പിടിച്ചിട്ടുള്ളൂ. കൊലയായി ഇങ്ങനെ പൂത്ത് നിൽക്കുന്ന കണ്ടപ്പോൾ ഞാൻ അതൊന്ന് വീഡിയോ പിടിക്കാമെന്ന് വിചാരിച്ചു, രാത്രിയിലത്തെ ഭംഗി കാണാൻ വേണ്ടിയിട്ട്. പിന്നെ മുല്ലയ്ക്ക് ഏറ്റവും നല്ല വളം ഉണ്ടല്ലോ, പുളിച്ച കഞ്ഞെള്ളം ഇരട്ടി വെള്ളം ചേർത്ത് ഡൈല്യൂട്ട് ചെയ്യുക. എന്നിട്ട് അതിലൊരു സ്പൂൺ എപ്സം സാൾട്ട് മിക്സ് ചെയ്തിട്ട് മുല്ലേരെ കടക്കിൽ ഒഴിച്ചു കൊടുത്ത് നോക്കിയാൽ 2 ആഴ്ച കൂടുമ്പോൾ അതങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഞാനതാണ് ചെയ്യാറ്. പുളിച്ച കഞ്ഞെള്ളം ഡൈല്യൂട്ട് ചെയ്ത് എല്ലാ മുല്ലയ്ക്കും ഒഴിച്ചു കൊടുക്കും. അത് നല്ലതാണ് കേട്ടോ. നിറയെ പൂവുണ്ടാവാനായിട്ട് നല്ലൊരു വളമാണ് അത്. ഇന്നത്തെ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒരു മുല്ലത്തയ്യെങ്കിലും വീട്ടിൽ വെച്ച് പിടിപ്പിക്കുക കേട്ടോ. നല്ല മണവും ഇതൊക്കെ ഉള്ള മുല്ലകളാണ് ഇതൊക്കെ. ഇതൊരു പൂ വിരിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മുറ്റം നിറയെ നല്ലൊരു മണം വരും. ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോകളായി ഞങ്ങൾ ഇനിയും വരാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചെറുതായിട്ട് സപ്പോർട്ടൊക്കെ ചെയ്ത് സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റൊക്കെ ഇടുക. കമൻസ് നല്ലതായാലും എന്തായാലും കുഴപ്പമില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ ബൈ.